ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10th സ്റ്റാൻഡേർഡ് മാത്സിന്റെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസിലെ ചേഞ്ചസ് ഇൻ പൊസിഷൻ ആൻഡ് ടേംസ് എന്ന് പറയുന്ന സെക്ഷനാണ്. നോക്കിയേ, ഫസ്റ്റ് ഞാനൊരു സീക്വൻസ് എഴുതുന്നു. 19, 28, 37. ഇതൊരു സീക്വൻസ് ആണ്. ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ 10th ടേം. ഈ സീക്വൻസിലെ 10th ടേം കണ്ടുപിടിക്കണം. എന്ത് ചെയ്യും? ആദ്യം നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കണം, പിന്നെ 10th ടേം കണ്ടുപിടിക്കണം. എത്ര എണ്ണം ഉണ്ടോന്ന് വെച്ചാൽ അത്രയും കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ മതി അല്ലേ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത്, ആദ്യം ഈ സീക്വൻസിന്റെ പൊസിഷനും ടേംസും നന്നായിട്ട് മനസ്സിലാക്കണം. നോക്കിക്കേ, 19, 28, 37. ഈ സീക്വൻസിന്റെ ഫസ്റ്റ് ടേം ആണ് എന്ത്? 19. സെക്കൻഡ് ടേം ആണ് 28. തേർഡ് ടേം ആണ് 37. ഇങ്ങനെ പോയി ഈ സീക്വൻസിന്റെ 10th ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ? അപ്പൊ എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് സെക്കൻഡും തേർഡും ഉണ്ടായിട്ട് നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം അല്ലേ. ഡി കണ്ടുപിടിക്കാം, സെക്കൻഡ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം, അല്ലെങ്കിൽ തേർഡ് ടൈം മൈനസ് സെക്കൻഡ് ടൈം, ഇങ്ങനെ കണ്ടുപിടിക്കാം. ഇനി 10th ടൈം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ ഫസ്റ്റ് ടൈമിൽ നിന്ന് 10th ടൈം കണ്ടുപിടിക്കാമെന്ന് ആദ്യം വിചാരിക്കുക. അപ്പൊ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടൈമിൽ നിന്ന് 10th ടൈം കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് ടൈമിൽ നിന്ന് ഒരു ഡി ആഡ് ചെയ്യുമ്പോഴല്ലേ സെക്കൻഡ് ടൈം കിട്ടുക അല്ലേ. ഈ സെക്കൻഡിൽ നിന്ന് ഒരു കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് തേർഡ് ടൈം കിട്ടുക. അങ്ങനെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോഴാണ് 10th ടൈം കിട്ടുന്നത്? അത് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം? 10 മൈനസ് 1 അല്ലേ. 10 മൈനസ് 1 9 ഡി ആണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പൊ ഈ 10 മൈനസ് 1 എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ പൊസിഷൻ ആണ് അല്ലേ, പൊസിഷൻ ഡിഫറൻസ് ആണ്. അപ്പൊ ടേംസ് എന്ന് പറയുന്നത് ഏതാ? ഈ 19, 28, 37 ഇതൊക്കെയാണ് നമ്മളുടെ ടേംസ്. ഇനി ഈ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നൊക്കെ എഴുതിയേക്കുന്നതാണ് നമ്മുടെ പൊസിഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഫസ്റ്റ് ടേം തന്നിട്ട് 10th ടേം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഫസ്റ്റ് ടേമിന്റെ അവിടുന്ന് 10th ടേം വരെ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? പൊസിഷൻ ഡിഫറൻസ് എടുക്കണം. പൊസിഷൻ ഡിഫറൻസ് എടുത്തിട്ട് അതിന്റെ കൂടെ കോമൺ ഡിഫറൻസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ചെയ്തു നോക്കിയാലോ? ആദ്യം എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ്. കോമൺ ഡിഫറൻസിനെ നമ്മൾ ഡി എന്ന് എഴുതുന്നു. ഡി ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം എന്താണ്? 28 മൈനസ് 90, ദാറ്റ് ഈസ് ഈക്വൽ ടു 9. കോമൺ ഡിഫറൻസ് 9 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമുക്ക് 10th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. 10th ടേം ഈക്വൽ ടു ഫസ്റ്റ് ടേമിന്റെ അവിടെ തൊട്ട് തുടങ്ങുമ്പോൾ നമുക്ക് അവിടുത്തെ പൊസിഷൻ ഡിഫറൻസ് 10 മൈനസ് 1 ആണ്. അപ്പൊ 10th ടേമിന്റെ കൂടെ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേം പ്ലസ് 10 മൈനസ് 1 ഇൻറ്റു ഡി. ക്ലിയർ? ഇങ്ങനെ ചെയ്താൽ മതി. അപ്പൊ 10 മൈനസ് 1 ഇൻറ്റു ഡി എടുക്കുമ്പോൾ നമുക്ക് 9D കിട്ടും. അപ്പോൾ ഫസ്റ്റ് ടേം എന്താ? 19 പ്ലസ് 9 ഇൻറ്റു ഡി എത്രയാണ്? 9. 19 പ്ലസ് 81 ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? 100. ഫസ്റ്റ് ടേം നമുക്ക് എന്ത് കിട്ടി? 100 എന്ന് കിട്ടി. ഫസ്റ്റ് ടേമിന്റെ അവിടെ നിന്നല്ലേ 10th ടേം കണ്ടുപിടിച്ചത്. നമുക്ക് സെക്കൻഡ് ടേമിന്റെ അവിടെ നിന്ന് കണ്ടുപിടിച്ച് നോക്കിയാലോ? എന്തായിരിക്കും വരുന്നത്? നോക്കിയേ, 19, 28, 37 എക്സെട്ര. ഇത് ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ്, ഇത് തേർഡ്. ഇവിടുന്ന് പോയിട്ട്
നമുക്ക് 10th ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ടേമിൻ്റെ കണ്ടുപിടിച്ചു. ഇനി സെക്കൻഡ് ടേം തൊട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഇവിടുത്തെ പൊസിഷൻ ഡിഫറൻസ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് എന്ത് വരും? 10 - 2 = 8. 8d വെച്ചിട്ട് നമ്മൾ ആഡ് ചെയ്യണം. സെക്കൻഡ് ടേം പ്ലസ് 8d = 10th ടേം. ഒന്ന് ചെയ്ത് നോക്കാൻ വേണമെങ്കിലും എങ്ങനെ വരും? 10th ടേം = second term plus 10 - 2 into t. That is second term is 28 plus 8 into d. 28 plus 8 into 9. 28 plus 72 equal to 100. Okay, clear? നെക്സ്റ്റ് ഇതുപോലെ നമുക്ക് ഓരോ ടേമിൻ്റെയും കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് പൊസിഷൻ ഡിഫറൻസ് എടുത്തിട്ട് അതിനെ കോമൺ ഡിഫറൻസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, നോക്കി 19, 28, 37 10th ടേം ആണ്. തേർഡ് ടേമിൻ്റെ അവിടെ നിന്നാണെങ്കിൽ നമ്മൾ എങ്ങനെ എടുക്കും? 10 - 3 = 7. 7d കൊണ്ട് ചെയ്യും. ഇത് നമ്മളുടെ എന്താണ്? പൊസിഷൻ ഡിഫറൻസ് ആണ്. ക്ലിയർ? അപ്പൊ നമുക്ക് ഈ മെത്തേഡിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തു നോക്കാം. Question: The fourth term of an arithmetic sequence is 45 and the fifth term is 56. What is the first term? അല്ലേ, ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്ക് ചെയ്തു നോക്കിയാലോ. ഫോർത്ത് ടേമും ഉണ്ട്, ഫിഫ്ത്ത് ടേമും ഉണ്ട് അല്ലേ. അപ്പൊ അടുത്തടുത്ത നമ്പേഴ്സ് ആയിട്ട് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതേ നോക്കിയേ, ഫസ്റ്റ് ടേം ഇല്ല, സെക്കൻഡ് ടേം ഇല്ല, തേർഡ് ഇല്ല, ഫോർത്ത് ഉണ്ട് അല്ലേ. ഫോർത്ത് ഈസ് 45 ആൻഡ് ഫിഫ്ത്ത് ഈസ് 56. നമുക്ക് ഈ ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ആദ്യം ഇങ്ങനെ ചെയ്ത് നോക്കുക, അപ്പോൾ എളുപ്പമായിട്ട് വരും. ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ട് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? കോമൺ ഡിഫറൻസ് സബ്സ്ട്രാക്ട് ചെയ്യണം അല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് ഫോർത്തും ഫിഫ്ത്തും ഉണ്ടായതുകൊണ്ട് ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. d = ഫിഫ്ത്ത് ടേം മൈനസ് ഫോർത്ത് ടേം. ഫിഫ്ത്ത് ടേം എത്ര? 56 മൈനസ് ഫോർത്ത് ടേം 45. എത്ര കിട്ടും? 11. കോമൺ ഡിഫറൻസ് 11 കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഫസ്റ്റ് ടേമാ കിട്ടേണ്ടത് അല്ലേ. അപ്പൊ ഫസ്റ്റ് ടേം എന്ന് എഴുതുന്നു. ഇനി നോക്കിയേ, നമുക്ക് ഫോർത്ത് ടേം ആണ്. ഫോർത്ത് ടേമിന്റെ അവിടുന്ന് എത്ര പൊസിഷൻ ഡിഫറൻസ് വരും അല്ലേ? 4 - 1 എടുത്താൽ മതി. 4 - 1 ദാറ്റ് ഈസ് 3 അല്ലേ. അപ്പൊ ഈ 3 എന്താ ചെയ്യണ്ടേ? 3d 3 കോമൺ ഡിഫറൻസ് എന്താ? കുറയ്ക്കുമ്പോഴാണ് ഫസ്റ്റ് ടൈം കിട്ടുന്നത് അല്ലേ. ഫോർത്തിന്ന് ഫസ്റ്റിലോട്ട് വരണമെങ്കിൽ ഒരു 3 കുറയ്ക്കണം. അത് എത്രയാണ്? 3 × d. 3 × കോമൺ ഡിഫറൻസ് കുറയ്ക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ഫോർത്ത് ടേം മൈനസ് 3. ഫോർത്ത് ടേം എത്ര നമുക്ക്? 45 മൈനസ് 3 × 11. ദാറ്റ് ഈസ് ഈക്വൽ ടു 45 മൈനസ് 33. എന്ത് കിട്ടും? 45 മൈനസ് 33 എന്ത് കിട്ടും? 12. ക്ലിയർ? അപ്പം ഈ ഫോർത്ത് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണമെങ്കിൽ മൈനസ് കണ്ടുപിടിക്കണം. ഫോർത്ത് ടേം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് 7, 8, 10 ടേം വല്ലതും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്ലസ് കോമൺ ഡിഫറൻസ് ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പേജ് നമ്പർ 18 എക്സർസൈസ് ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ചെയ്യാം. Question: The fourth term of an arithmetic sequence is 65 and its fifth term is 54. What is the first term? അല്ലേ, ഫസ്റ്റ് ടേം ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം ഉണ്ടോ? ഇല്ല. തേർഡ് ടേം ഉണ്ടോ? ഇല്ല.
ഫോർത്ത് ടേം ഉണ്ടല്ലേ, ഫോർത്ത് ടേം എന്താണ് 65. ഫിഫ്ത്ത് ടേം എന്താണ് 54. ക്ലിയർ? ഇവിടുന്ന് നമുക്ക് ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്, ഫോർത്ത് ടേം ആണ്. അപ്പൊ ഇവിടോട്ട് വരുമ്പോൾ എന്ത് വരും? ഒരു മൈനസ് കോമൺ ഡിഫറൻസ് ചെയ്യണം. ഇവിടെ വരുമ്പോൾ മൈനസ് കോമൺ ഡിഫറൻസ്, ഇവിടെ വരുമ്പോഴും മൈനസ് കോമൺ ഡിഫറൻസ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഫോർത്ത് ടേമിൽ നിന്ന് നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ എന്താ ചെയ്യണ്ടേ? 4 മൈനസ് 1 3. അപ്പൊ 3D എന്ത് ചെയ്യണം? സബ്സ്ട്രാക്ട് ചെയ്യണം. ഫോർത്ത് ടേമിന്റെ അവിടെ നിന്ന് ഫസ്റ്റ് ടേം വരെ 3D എന്ത് ചെയ്യണം? സബ്സ്ട്രാക്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഫസ്റ്റ് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം അല്ലേ? കോമൺ ഡിഫറൻസ് D ഈസ് ഈക്വൽ ടു ഫിഫ്ത്ത് ടേം മൈനസ് ഫോർത്ത് ടേം. ഫിഫ്ത്ത് ടേം എത്ര? 54 മൈനസ് 65. ഫോർത്ത് ടേം എന്ത് കിട്ടും? -11. എങ്ങനെ കിട്ടി? ഇത് രണ്ട് ഡിഫറെന്റ് സൈൻ ആണ് അല്ലേ? അപ്പൊ സബ്സ്ട്രാക്ട് ചെയ്തിട്ട് വലിയ സംഖ്യയുടെ സൈൻ ഇട്ട് കൊടുക്കണം. അതുകൊണ്ടാണ് ഇവിടെ നെഗറ്റീവ് വന്നത്. അപ്പോൾ -11. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു എവിടെ മുതലാണ്? ഫോർത്ത് ടേം മുതലാണ്. അപ്പൊ ഫോർത്ത് ടേം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടാ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? -4 മൈനസ് 1 ഇൻറ്റു ഡി. ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഫോർത്ത് ടേം മൈനസ് 3D. ഫോർത്ത് ടേം എന്താണ്? 65 മൈനസ് 3 ഇൻറ്റു -11. ഈ മൈനസും ഈ മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്താവും? പ്ലസ് ആവും. അപ്പൊ 65 പ്ലസ് 3 ഇൻറ്റു 11 33. ആൻസർ എന്ത് കിട്ടും? 98. ഫസ്റ്റ് ടേം എന്ത് കിട്ടി? 98 എന്ന് കിട്ടി അല്ലേ? ഇനി ഈ ഫിഫ്ത്ത് ടേമിൽ നിന്ന് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാനാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാമല്ലോ. എങ്ങനെ ചെയ്യും? ടേമിന്റെ അവിടെ നിന്ന് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു എന്ത് വരും? ഫിഫ്ത്ത് ടേമിൽ നിന്ന് കുറയ്ക്കണം അല്ലേ? 5 മൈനസ് 1 ഇൻറ്റു ഡി. ദാറ്റ് ഈസ് എന്ത് കിട്ടും? ഫിഫ്ത്ത് ടേം 54, 5 മൈനസ് 1 എന്താ? 4D. ദാറ്റ് ഈസ് ഈക്വൽ ടു 54 മൈനസ് 4 ഇൻറ്റു -11. ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ പ്ലസ് ആവും. നമുക്ക് എന്ത് കിട്ടും? 54 പ്ലസ് 44. ആൻസർ ഈസ് 98. കണ്ടോ? ഏത് രീതി ചെയ്താലും നമുക്ക് ആൻസർ എന്ത് കിട്ടും? സെയിം കിട്ടും. ഫിഫ്ത്ത് ടേമിൽ നിന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യണം? 4D. അത് നമ്മുടെ പൊസിഷൻ ഡിഫറൻസ് എടുക്കണം അല്ലേ? ഫോർത്തിൽ നിന്നാണെങ്കിൽ 3D വരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ 25th ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 1, 11, 21 അല്ലേ? അപ്പൊ നമ്മുടെ സീക്വൻസ് എന്താണ്? 1, 11, 21. അപ്പൊ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ടേം, ഇത് സെക്കൻഡ്, ഇത് തേർഡ്. ഇവിടുന്ന് എവിടെ വരെ പോകും? 25th ടേം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാമല്ലോ. ഡി ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം എന്താ വരുന്നത്? 11 മൈനസ് 1 ദാറ്റ് ഈസ് 10. അപ്പൊ നമുക്ക് 10 ആണ് കോമൺ ഡിഫറൻസ് കിട്ടിയത്. ഇനി ഈ ഫസ്റ്റ് ടേമിന്റെ അവിടെ നിന്ന് 25th ടേം എത്താൻ നമ്മൾ എത്ര കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം? ഇതിന്റെ ഡിഫറൻസ് എടുക്കണം അല്ലെ? 25 മൈനസ് 1 ദാറ്റ് ഈസ് 24D എടുത്താൽ മതി അല്ലേ? അപ്പൊ നമുക്ക് സെക്കൻഡ് ടേം മുതലാണെങ്കിലോ, സെക്കൻഡ് ടേം മുതൽ എടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? 25 മൈനസ് 2 എടുത്താൽ മതി. ദാറ്റ് ഈസ് 23D. അപ്പൊ നമുക്കിവിടെ ഫസ്റ്റ് ടേം വെച്ച് ചെയ്ത് നോക്കിയാലോ. അപ്പൊ 25th ടേം ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം ഇങ്ങോട്ടല്ലേ വരുന്നേ? അപ്പൊ എന്ത് ചെയ്താൽ മതി? പ്ലസ് ചെയ്താൽ മതി. പ്ലസ് 25 മൈനസ് 1 ഇൻറ്റു ഡി. ഫസ്റ്റ് ടേം എന്ത് വരും? 1 പ്ലസ്
24t. 1 plus 24 into d എത്ര 10 equal to 1 plus 240 equal to 241. അപ്പം നമ്മുടെ 25ാമത്തെ ടേം എന്തായിരിക്കും വരുന്നത് 241 ആണ് വരുന്നത്. ഇങ്ങനെ സെക്കൻഡ് ടേം മുതലും ചെയ്യാം, തേർഡ് ടേം മുതലും ചെയ്യാം അല്ലേ. തേർഡ് ടേം മുതലാണ് വരുന്നതെങ്കിൽ എന്ത് വരും? തേർഡ് ടേം തൊട്ടാണെങ്കിൽ 25th ടേം ഈസ് ഈക്വൽ ടു തേർഡ് ടേം പ്ലസ് പൊസിഷൻ ഡിഫറൻസ് എടുക്കണം 25 മൈനസ് 3 ഇൻറ്റു ഡി. ദാറ്റ് ഈസ് തേർഡ് ടേം പ്ലസ് 22 ഡി. സെക്കൻഡ് ടേം മുതലാണെങ്കിൽ നമുക്ക് എങ്ങനെ ഇനി ഇത് സോൾവ് ചെയ്താൽ മതി. തേർഡ് ടേം ഉണ്ട്, ഡി ഉണ്ട്, ചെയ്താൽ കിട്ടും അല്ലേ. ഇനി സെക്കൻഡ് ടേം മുതലാണെങ്കിൽ എന്ത് ചെയ്യും? സെക്കൻഡ് ടേം മുതലാണെങ്കിൽ 25th ടേം ഈസ് ഈക്വൽ ടു സെക്കൻഡ് ടേം പ്ലസ് 25 മൈനസ് 2. ദാറ്റ് ഈസ് സെക്കൻഡ് ടേം പ്ലസ് 25 മൈനസ് 23d. ഇതിനും സെക്കൻഡ് ടേമും ഡിയും ഇട്ട് കൊടുത്താൽ നമുക്ക് ആൻസർ കിട്ടും. നിങ്ങൾ ഇത് ചെയ്ത് നോക്കുക. അപ്പൊ 241 തന്നെ കിട്ടുന്നത് നമുക്ക് കാണാൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 2. The 10th term of an arithmetic sequence is 46 and its 11th term is 51. What is the first term? Second question, write the first 5 terms of the sequence. അപ്പോൾ നമ്മുടെ സീക്വൻസ് എങ്ങനെയുണ്ട്? 10th ടേമും 11th ടേമോ തന്നേക്കുന്നത്. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം ഇല്ല അല്ലേ, സെക്കൻഡ് ടേം ഇല്ല. ഇങ്ങനെ പോയി 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 നമുക്ക് എവിടെയുള്ള സീക്വൻസാണ് ഉള്ളത്? 10th ടേം ഉണ്ട് അല്ലേ. 10th ടേം എന്താണ് കിട്ടിയേക്കുന്നത്? 46. ഇനി 11th ടേം എന്തുണ്ട്? 51. കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാമല്ലോ, കണ്ടുപിടിക്കാം. പിന്നെ ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാൻ ഇവിടെ നിന്നുള്ള എന്തെടുത്താൽ മതി? പൊസിഷൻ ഡിഫറൻസ് എടുത്താൽ മതി. ഒന്നെങ്കിൽ 11th ടേം മുതലെടുക്കുക, അല്ലെങ്കിൽ 10th ടേം മുതലെടുക്കുക. 10th ടേം മുതലാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 10 മൈനസ് 1 ഇൻറ്റു ഡി അല്ലേ. 11th ടേം മുതലാണെങ്കിൽ 11 മൈനസ് 1 ഇൻറ്റു ഡി. രണ്ട് രീതിയിലും ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. ഡി ഈസ് ഈക്വൽ ടു എന്ത് വരും? 11th ടേം മൈനസ് 10th ടേം. 11th ടേം എത്ര? 51 മൈനസ് 10th ടേം എത്ര? 46. ആൻസർ ഈസ് 5. ഇനി നമുക്ക് ഫസ്റ്റ് ടേമാ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു നമ്മൾ ഇവിടുന്ന് 10th ടേം മുതൽ കണ്ടുപിടിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യാം? 10th ടേം മൈനസ് ഇങ്ങോട്ടാണല്ലോ വരുന്നത് അല്ലേ. അപ്പൊ ഇവിടെ വരുമ്പം മൈനസ് ആണ്. കോമൺ ഡിഫറൻസ് കുറച്ച് കുറച്ച് വരും. അപ്പൊ മൈനസ് എന്ത് വരും? 10 മൈനസ് 1 ഇൻറ്റു ഡി. 10th ടേം എന്താ? 46 മൈനസ് 10 മൈനസ് 1 എന്ന് പറഞ്ഞാൽ 9 ഇൻറ്റു ഡി. ഡി എന്ന് പറഞ്ഞാൽ 5. ദാറ്റ് ഈസ് 46 മൈനസ് 9 5s are 45. ആൻസർ ഈസ് 1. ഫസ്റ്റ് ടേം നമുക്ക് എന്ത് കിട്ടി? 1 എന്ന് കിട്ടി. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ്. ഈ സീക്വൻസിലെ ആദ്യത്തെ 5 പദങ്ങൾ എഴുതണം അല്ലേ. കോമൺ ഡിഫറൻസ് എത്ര? 5 ആണ്. ഫസ്റ്റ് ടേം എത്ര ഉണ്ട്? ഫസ്റ്റ് ടേം 1 ആണ്. കോമൺ ഡിഫറൻസ് 5 ആണ്. ആദ്യത്തെ 5 പദങ്ങൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? ഈ 1ന്റെ കൂടെ ഈ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്ത് പോയാൽ പോരെ. അപ്പം ഫസ്റ്റ് ടേം ദേ 1, സെക്കൻഡ് ടേം, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. അപ്പോൾ 1ന്റെ കൂടെ നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഒരു +5 ആഡ് ചെയ്യണം. അപ്പൊ സെക്കൻഡ് ടേം എന്ത് കിട്ടി? 6 അല്ലേ. ഈ 6ന്റെ കൂടെ വീണ്ടും നമ്മളൊരു +5 ആഡ് ചെയ്യുമ്പോൾ 11.
11ൻ്റെ കൂടെ ഒരു +5 ആഡ് ചെയ്യുമ്പം 16. ഇവിടുന്ന് ഒരു +5 ആഡ് ചെയ്യുമ്പം 21. ഓക്കെ, അപ്പം നമ്മുടെ സീക്വൻസ് എങ്ങനെ വരും? സീക്വൻസ് ഈസ് ഈക്വൽ ടു 1, 6, 11, 16, 21. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ 21st ടേം ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ് 100, 95, 90? ഓക്കെ, എങ്ങനെ ചെയ്ത് നോക്കാം? നമുക്ക് സീക്വൻസ് ഉണ്ട് അല്ലേ, 100, 95, 90 എക്സെട്ര. ഇതാണ് നമ്മുടെ സീക്വൻസ്. ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ടേം, ഇത് നമ്മളുടെ സെക്കൻഡ് ടേം, ഇത് തേർഡ് ടേം. ഇങ്ങനെ പോയി നമുക്ക് ഏത് ടേം കണ്ടുപിടിക്കണ്ടേ? 21ാമത്തെ ടേം കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് കോമൺ ഡിഫറൻസ് ഡി കണ്ടുപിടിക്കാമല്ലോ. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, 95 മൈനസ് 100 എന്ത് കിട്ടും? ഇത് രണ്ട് ഡിഫറെന്റ് സൈൻസ് ഉള്ള സംഖ്യകളാണ് അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? സബ്സ്ട്രാക്ട് ചെയ്തിട്ട് വലിയ സംഖ്യയുടെ സൈൻ കൊടുക്കണം. അപ്പം 100ൽ നിന്ന് 95 പോയാൽ എന്ത് കിട്ടും? 5 കിട്ടും അല്ലേ. എന്നിട്ട് നമ്മളൊരു മൈനസ് സൈനും കൂടി ഇട്ട് കൊടുത്താൽ മതി. കോമൺ ഡിഫറൻസ് നമുക്ക് എന്ത് കിട്ടി? -5 എന്ന് കിട്ടി അല്ലേ. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? 21st ടേം ആണ്. 21st ടേം എന്ന് പറയുമ്പം നമുക്ക് ഇവിടുത്തെ പൊസിഷൻ ഡിഫറൻസ് എടുക്കണം അല്ലേ. 1ൽ നിന്നും 21st ടേമിൻ്റെ അവിടുത്തെ പൊസിഷൻ ഡിഫറൻസ് എന്താ? 21 മൈനസ് 1. സെക്കൻഡ് ടേമിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം, തേർഡ് ടേമിൽ നിന്ന് വേണമെങ്കിലും എടുക്കാം. പൊസിഷൻ ഡിഫറൻസ് എടുത്തിട്ട് കോമൺ ഡിഫറൻസ് അതിൻ്റെ കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. നമ്മൾ ഇവിടുന്ന് ഫസ്റ്റ് ടേം തൊട്ട് എടുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ അവിടെ നിന്ന് എടുക്കുമ്പോൾ എന്താ? 21st ടേം ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം പ്ലസ് എന്ത് വരും? 21 മൈനസ് 1 ഇൻറ്റു ഡി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ടേം എത്ര നമുക്ക്? 100 പ്ലസ് 21 മൈനസ് 20 ഇൻറ്റു ഡി എത്ര? -5. സോ എന്ത് വരും? 100 ഈ പ്ലസും ഈ മൈനസും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? -20 ഇൻറ്റു 5 100. ആൻസർ ഈസ് 0. അപ്പം നമ്മുടെ 21st ടേം നമുക്ക് എന്ത് കിട്ടും? 0 കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ, ദ 10th ടേം ഓഫ് ആൻ അരിത്തമെറ്റിക് സീക്വൻസ് ഈസ് 56 and its 11th term is 51. What is its first term? Second term question ചോദിച്ചേക്കുന്നത് write the first 5 terms of the sequence. ഓക്കെ, കണ്ടുപിടിക്കാമല്ലോ. അപ്പം നമുക്ക് തന്നിരിക്കുന്ന സീക്വൻസ് എന്താണ്? ഫസ്റ്റ് ടേം ആണ് ചോദിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ടേം ഇല്ല, സെക്കൻഡ് ഇല്ല. ഇങ്ങനെ പോയി 10th ടേം ഉണ്ട് അല്ലേ. 10th ടേം എത്രയാണ്? 56. ഇനി 11th ടേം ഉണ്ട്, എത്രയാണ്? 51. ക്ലിയർ? ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് ടേം ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. പിന്നെ എന്ത് കണ്ടുപിടിക്കണം? പൊസിഷൻ ഡിഫറൻസ് കണ്ടുപിടിക്കണം. 10th ടേമിൻ്റെ അവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം? 10 മൈനസ് 1 എടുക്കണം. ഇനി 11th ടേമിൻ്റെ അവിടുന്ന് ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? 11 മൈനസ് 1 എടുത്താൽ മതി. സെക്കൻഡ് ടേമിൻ്റെ അവിടെ നിന്നാണ് എടുക്കുന്നതെങ്കിൽ 10 മൈനസ് 2. പിന്നെ 11 സെക്കൻഡ് ടേമിൻ്റെ അവിടെ നിന്ന് 11 ആണ് എടുക്കുന്നതെങ്കിൽ 11 മൈനസ് 2. അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് തൊട്ട് തുടങ്ങാം. അപ്പോൾ കോമൺ ഡിഫറൻസ് എഴുതുക. ഡി ഈസ് ഈക്വൽ ടു 11th ടേം മൈനസ് 10th ടേം. 11th ടേം എന്താ? 51 മൈനസ് 56. ആൻസർ എന്ത് കിട്ടും? -5 അല്ലേ. ഇത് രണ്ട് ഡിഫറൻറ്റ് സൈൻ ആണ്. സബ്സ്ട്രാക്ട് ചെയ്തിട്ട് വലുതിൻ്റെ സൈൻ കൊടുക്കണം. അപ്പോൾ -5. ഇനി നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. ഫസ്റ്റ് ടേം ഈസ് ഈക്വൽ ടു, ഞാൻ ഈ 10th ടേം തൊട്ടുള്ളത് നോക്കുന്നു. അപ്പോൾ 10th ടേം
ഇങ്ങോട്ടല്ലേ വരണ്ടേ? അപ്പോൾ എന്തായിരിക്കും? മൈനസ് ഡി ആണ് ആഡ് ചെയ്യേണ്ടത്. അപ്പം മൈനസ് എന്ത് വരും? 10 മൈനസ് 1 ഇൻറ്റു ഡി. 10th ടേം എത്ര? 56 മൈനസ് 9 ഡി എത്ര? -5. ദാറ്റ് ഈസ് 56. ഈ നെഗറ്റീവ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. പിന്നെ എന്ത് വരും? 9 ഇൻറ്റു 5 45. ആൻസർ എന്ത് കിട്ടും? 101. 101 എന്ന് കിട്ടും. ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് എന്താ ചോദിച്ചേക്കുന്നത്? റൈറ്റ് ദ ഫസ്റ്റ് 5 ടേംസ് ഓഫ് ദ സീക്വൻസ്. ഓക്കെ, ഫസ്റ്റ് ടേം നമുക്ക് എന്ത് കിട്ടി? 101 എന്ന് കിട്ടി അല്ലേ? ഇനി കോമൺ ഡിഫറൻസ് എന്താ കിട്ടിയേക്കുന്നത്? -5. നമ്മുടെ സീക്വൻസ് എങ്ങനെ വരും? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്. ഫസ്റ്റ് ടേം 101, കോമൺ ഡിഫറൻസ് എത്ര? -5. അപ്പൊ സെക്കൻഡ് ടേമിന്റെ അവിടോട്ട് നമ്മൾ -5 എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം അല്ലേ? അപ്പൊ 101 -5 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 96. ഇതേ ഇങ്ങനെ 101 പ്ലസ് -5 സബ്സ്ട്രാക്ട് ചെയ്തിട്ട് വലുതിന്റെ സൈൻ കൊടുക്കണം. അപ്പൊ 101 5 കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 96 കിട്ടും. ഓക്കെ, വലിയ സംഖ്യയുടെ സൈൻ എത്ര? പോസിറ്റീവ്. അപ്പോൾ +96. ഇനി വീണ്ടും ഇവിടുന്ന് 96 പ്ലസ് ഒരു -5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 91. പിന്നെ ഇവിടുന്ന് ഒരു -5 ആഡ് ചെയ്യുമ്പം 86. വീണ്ടും -5 ചെയ്യുമ്പം 81 കിട്ടും. അപ്പം നമുക്ക് ആദ്യത്തെ 5 ടേം കിട്ടി അല്ലേ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? സീക്വൻസ് ഈസ് ഈക്വൽ ടു 101 96 91 86 81. ഓക്കെ, ക്ലിയർ? ഇപ്പം നമ്മുടെ എക്സർസൈസ് ക്വസ്റ്റ്യൻ പേജ് നമ്പർ 18 എക്സർസൈസ് ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.